എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ സംസ്ഥാനത്തെ പല ഗുണഭോക്താക്കളും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇപ്പോൾ ഉൾപ്പെട്ടതായിട്ടാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് നിലവിൽ അർഹതയുള്ള എല്ലാവർക്കും തന്നെ വീട് ലഭ്യമാകുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പല മേഖലകളിൽ വീണ്ടും ലിസ്റ്റുകൾ പുതുക്കുകയും ഒരുപാട് ഗുണഭോക്താക്കൾ പട്ടികയിൽ കയറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അക്കാര്യങ്ങൾ ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഓരോ വാർഡ് അടിസ്ഥാനത്തിലും സാധ്യതാ ലിസ്റ്റുകൾ കൃത്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അടുത്ത ഭരണസമിതി അധികാരത്തിൽ കയറുന്ന സമയത്ത് പാർപ്പിടം ലഭിക്കുന്ന രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് തന്നെ മുമ്പ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരൊക്കെ തന്നെ ഇക്കാര്യങ്ങളൊന്ന് വിളിച്ച് അന്വേഷിക്കേണ്ടതാണ്. റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ചോദിച്ച് അന്വേഷിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള APL അല്ലെങ്കിൽ BPL റേഷൻ കാർഡ് ആയിക്കോട്ടെ നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ അതായത് വാർദ്ധക്യകാല പെൻഷൻ സ്കീം അത് 60 വയസ്സ് പൂർത്തീകരിക്കുന്നവർക്കാണ് പ്രതിമാസം 2000 രൂപ വീതം പെൻഷനായിട്ട് സർക്കാർ നൽകുന്നത്. എല്ലാ മാസവും ധനസഹായം അനുവദിക്കുന്നുണ്ട്. എല്ലാ മാസങ്ങളുടെയും ഏറ്റവും അവസാനത്തെ ആഴ്ചയിലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു ധനസഹായം എത്തുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ കൈകളിലേക്ക് ധനസഹായം മതി. അതായത് ബാങ്കിലേക്ക് പോയി എടുക്കുവാനൊക്കെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ATM ഒക്കെ ഉപയോഗിക്കുവാൻ അറിയാത്തവരൊക്കെ അത്തരത്തിലുള്ള ആളുകൾ അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ നേരിടുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ കൈകളിലേക്കായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ തുക എത്തിച്ചേരുന്നത്. അത് സഹകരണ സംഘങ്ങളിൽ നിന്നായിരിക്കും ജീവനക്കാർ വഴി തുക എത്തിച്ചേരുന്നത്. അതിന് പ്രത്യേകമായിട്ട് ഫീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നൽകേണ്ടതായിട്ട് വരുന്നതല്ല. അപ്പോൾ ഈ ഒരു പദ്ധതി അത് വാർദ്ധക്യകാല പെൻഷൻ സ്കീം ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ പ്രായപരിധി തെളിയിക്കുന്ന രേഖകൾ അതായത് 60 വയസ്സിന് മുകളിൽ പ്രായം ആയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ അത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉപഭോക്താവിൻ്റെ ഫോട്ടോ കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ഇനി അതോടൊപ്പം തന്നെ ഐഡന്റിറ്റി കാർഡ് പോലുള്ള രേഖകൾ ഇനി അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഈ പെൻഷൻ വിഭാഗത്തിൽ നമ്മൾ അപേക്ഷ വയ്ക്കുമ്പോൾ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ എല്ലാവരും തന്നെ പാലിച്ചിരിക്കേണ്ടതാണ്. പ്രധാനമായിട്ടും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അതിലൊരു ലക്ഷത്തിലുതായ വരുമാനമുള്ള കുടുംബ വാർഷിക വരുമാനം അതുപോലെ തന്നെ വീട്ടിൽ 4 ചക്ര വാഹനങ്ങൾ ഉണ്ടാകുവാൻ സ്വന്തമായിട്ട് പാടുള്ളതല്ല. അത് 1000 cc എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള സ്വകാര്യ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് പാടില്ല. ഇനി അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരാകുവാനും പാടില്ല. സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗത്വമുള്ള ആളുകൾക്കും ഇതിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ പാലിക്കുന്നവർക്കായിരിക്കും അപേക്ഷ വയ്ക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.